ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനായിട്ടിരുന്ന് ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചത്. ഏത് സ്ഥാനത്തിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ ദാസനായിരുന്ന് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന കുറച്ചു പേർ, ചുരുക്കം പേർ എന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാകും. വ്യത്യസ്തമായി ചിന്തിക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ലോകത്തിൻ്റെ പിന്തുണ വളരെ കുറവായിരിക്കാം. എങ്കിലും പ്രതിസന്ധികൾക്കിടയിലും സന്തോഷപൂർണമായ ജീവിതം നൽകിയ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇനിയും ഇന്നത്തെ യാത്രയിൽ കണ്ട വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് വന്നത്. ലൊക്കേഷൻ പന്തളത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജന്മന വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകം സജ്ജീകരിച്ച ഒരു വീൽ ചെയറിൽ തൻ്റെ പിതാവുമായി ചേർന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാനിന്ന് കണ്ടത്. അവരെ കണ്ടപ്പോൾ അല്പസമയം അവരോടൊപ്പം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു. ഞാൻ വ്യക്തിപരമായി ലോട്ടറി വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലെങ്കിലും അവിടെ നിന്ന് പിരിയാറായപ്പോൾ 3-4 ലോട്ടറി വാങ്ങാനുള്ള പൈസ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അതുകൂടാതെ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും രക്ഷയെക്കുറിച്ച് അവരോട് പറയുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇനി ദയവായി ആ വീഡിയോ ഒന്ന് കണ്ടായിരുന്നു. ഇതിനുകൊണ്ട് മാത്രമാണോ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുമോ? ഇതിലോട്ട് വേറെ സപ്പോർട്ട് ചെയ്യും. അച്ഛനാണോ കൂടെ കൊണ്ട് നടക്കുന്നത്? വീടൊക്കെ എവിടെയാണ്? നമുക്ക് ലോട്ടറി ഒന്നും വേണ്ട. ഒരു ലോട്ടറി വാങ്ങാനുള്ള 4 ലോട്ടറി വാങ്ങാനുള്ള പൈസ കേട്ടോ. വലിയ സത്യ ജീവനമാണ്. ലോക രക്ഷിതാവാണെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞകാലം പറയുന്നത്. ലോക സത്യ യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ അവസ്ഥയിലല്ല. നമ്മുടെ ശരീരം മാറി നമ്മൾ ഉൾവാങ്ങനം പ്രാപിക്കുന്നത് തേജസ്സെത്തിയ ഒരു ശരീരം നമുക്ക് യേശുവിനെ പോലെ കേട്ടോ. ആ യേശു 2026 വർഷത്തിൽ നാളെ നമ്മളെല്ലാം രക്ഷിക്കണം. പാപം വന്നുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ മോചനം ദൈവത്തെ കേട്ടോ. ഹായ് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ശാരീരിക വൈകല്യമുള്ളവരാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അടുക്കൽ ലോട്ടറിയുമായി എത്തുന്നവരെ നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ ഇഷ്ടമില്ലെങ്കിലും താല്പര്യമില്ലെങ്കിലും ഒരു ലോട്ടറി വാങ്ങാനുള്ള പണമെങ്കിലും നിങ്ങളവർക്ക് ഏൽപ്പിക്കണമെന്ന് വിനീതത്തോടും താഴ്മയോടും സ്നേഹത്തോടും കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.